കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ അയ്യപ്പേട്ടൻ വന്നിട്ട് പറയാം, അതെ ഞാന് ഈ ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങിയത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എല്ലാ ഗണപതി ക്ഷേത്രങ്ങളും പോയി ചുറ്റിക്കറങ്ങി വന്നു. ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടുള്ള മോഹം കൊണ്ടാന്ന് പറയാ. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അതാണ് കാര്യം. ഉടനെ തന്നെ ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണുമെന്ന് പറയാ അയ്യപ്പേട്ടൻ. സത്യമാണോ കുഞ്ഞെ പറയണേ? സത്യം അയ്യപ്പേട്ടാന്ന് പറയണം. എന്റെ പ്രാർത്ഥന ഗണപതി ഭാവം കേട്ടു. അതിനെ അയ്യപ്പേട്ടന്റെ പ്രാർത്ഥന കേട്ടോണ്ടല്ല, അയ്യപ്പേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ വിശേഷം അറിയിച്ചാന്ന് പറയാം. ആണോ കുഞ്ഞെ? തേമ്പി ഇത് ഞാൻ അറിഞ്ഞില്ലോ. പെട്ടെന്ന് രാധികാമ്മ ഏത് പ്രഗ്നന്റ് ആണോ? താൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ, ഇനിയിപ്പൊ ചതിച്ചോ? അങ്ങനെ ചിന്തയൊക്കെ രാധികാമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഇനിയിപ്പൊ അവളോട് പോയി ചോദിക്കണോ? പക്ഷെ ചോദിച്ചാൽ നാണക്കേടാവും. ഇത്രയും ദിവസം താൻ അറിഞ്ഞില്ലെങ്കിൽ അത് മോശക്കേടല്ലേ? ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, നോക്ക് ആ മുഖത്തെ തുടിപ്പും പ്രസരിപ്പും ഒക്കെ കണ്ടോ? അപ്പൊ അയ്യപ്പേട്ടൻ നേരെ നോക്കുന്ന ഗീതൂരിയാണ്. ഗീതുവിനെല്ലാം വ്യത്യാസമുണ്ട്. കുഞ്ഞു പറഞ്ഞ് ശരിയാ, ഒരു തുടിപ്പും വ്യത്യാസമൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. അപ്പം പ്രിയനെ കുറിച്ചായിരുന്നു ബാക്കി കാഞ്ചനയും രേഖയൊക്കെ ചിന്തിച്ചേനെ. അപ്പൊ പ്രിയ എന്ത് ചെയ്യുക, തന്നെ വയറത്തൊക്കെ തടവി നിൽക്കുന്നുണ്ട്. പിന്നീട് ഗീതു അവിടെ നിങ്ങോട്ട് പോകുമ്പോഴത്തേനും പ്രിയമോള് പുറകെ വരുക. പ്രിയക്ക് ചെറിയ സംശയം കൂടെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ ഗീത ചേച്ചി അങ്ങനെ പ്രഗ്നന്റ് ആണോ പറയാതിരിക്കുന്നതാണോ എന്നൊക്കെ. വന്നിട്ട് ചോദിച്ചു, അല്ല ഗീത ചേച്ചി, ഗീത ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? നിന്നോട് എനിക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അന്ന് എന്നോട് പറ, എന്ത് വിശേഷം പറയാനുള്ളേ? അതെ, ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. അവിടെ വന്ന് നമുക്ക് ഒരു ദിവസം മുഴുവൻ വിശേഷം പറഞ്ഞോണ്ടിരിക്കാം. അതല്ല വിശേഷം, പിന്നെന്താ? ഗീത ചേച്ചി പ്രഗ്നന്റ് ആണോന്ന് ചോദിക്കുക. പ്രഗ്നന്റാ? ദൈവമേ, നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി പ്രിയമോളെ? നിനക്ക് നിന്റെ ചേട്ടനെ വിശ്വാസമില്ലേ? എന്താ ഗീത ചേച്ചി? അല്ല, നിനക്ക് നിന്റെ ഏട്ടനെ വിശ്വാസമില്ല ഗോവിന്ദേട്ടനെ. നിനക്ക് ഗോവിന്ദനെ കുറിച്ച് എങ്ങനെ മോശമായിട്ട് സംസാരിക്കാൻ തോന്നും? അതും എന്നെ കുറിച്ച്. ഞാൻ അങ്ങോട്ട് തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യത്തില്ല. ദൈവമേ, ഇത് ഗോവിന്ദനൊക്കെ അറിഞ്ഞാണ്ടല്ലോ, എന്തായിരിക്കും? അല്ല ഗീത ചേച്ചി എന്താ ഇങ്ങനെ പറയണേ? എന്നാലും നീ ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു കേട്ടോ പ്രിയമോളെ. പാവം ഗോവിന്ദേട്ടൻ. ദൈവമേ, ഗോവിന്ദേട്ടൻ നിന്റെ സ്വന്തം ചോരയാ, എന്നിട്ട് പോലും നിനക്ക് ഗോവിന്ദേട്ടൻ വിശ്വാസമില്ലേ? എന്റെ പൊന്നു ഗീത ചേച്ചി ഗോവിന്ദേട്ടന്റെ ഭാര്യയല്ലേ? പിന്നെ പ്രഗ്നന്റ് ആയാലും എന്താ കുഴപ്പം? അങ്ങനെ, അത് ഞാനും കൂടി മറന്നുപോയി കേട്ടോ. അതെ, അല്ല ഞങ്ങളിപ്പോ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചേക്കുക. മനസ്സിലായി. പെട്ടെന്നാണ് ഗീതുവിന് തായ അബദ്ധം പറ്റിയത് ഓർത്തത്. പെട്ടെന്ന് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. പറഞ്ഞു പോയപ്പോ അങ്ങനെ പറഞ്ഞു പോയതാ. ഈ സമയത്ത് രേഖയും കാഞ്ചനയും കൂടെ ഇങ്ങോട്ട് വരുന്നേ. കാഞ്ചന വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം നാളെ മുതൽ ഒരുപാട് അരി ചോറ് കൂടുതൽ വെക്കേണ്ട വരും. അതെന്താ? അല്ല, അയ്യപ്പേട്ടൻ വന്നിട്ടുണ്ടല്ലോ. ഗീതു പറഞ്ഞു, എന്നാ ആ പേരും പറഞ്ഞ ഇനിയിപ്പൊ കാഞ്ചനാക്കായ്ക്ക് പറ അരിയുടെ ചോറങ്ങോട്ട് ഉണ്ണാണല്ലോ എന്ന് പറയണം. അതെ, ഇതിന്റെ പേരിൽ ഇനിയിപ്പോ കാഞ്ചനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പാവം അയ്യപ്പേട്ടനാണെങ്കിൽ ഒരിച്ചിരി അച്ചാറും ഒരിച്ചിരി പപ്പടോ ഒരിച്ചിരി തൈരും എന്തേലും ഉണ്ടെങ്കിൽ അയ്യപ്പേട്ടന്റെ കുശാല. വേറെ കറികളൊന്നും വേണ്ടല്ലോ. പിന്നെ എന്താ കാഞ്ചനയ്ക്ക് കുഴപ്പമെന്ന് ചോദിക്കുക. അതെ, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അച്ചാറൊന്നുമില്ല, അച്ചാറെല്ലാം തീർന്നു, കടയിൽ നിന്ന് വാങ്ങിക്കണം. പെട്ടെന്ന് ഗീത് പറഞ്ഞു, എന്തിനാ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്? കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാഞ്ചനക്കായ്ക്ക് അച്ചാറുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതെ, ഇഷ്ടം പോലെ മാങ്ങയുടെ സീസണിലാണ് ഇപ്പം. ഒരു കാര്യം ചെയ്യും, മാങ്ങാച്ചാർ തന്നെ കൂടെ ഉണ്ടാക്കി വെച്ചാൽ പോരെ? അയ്യപ്പണ്ണത് ആവശ്യത്തിൻ്റെ അടുത്ത് കഴിച്ചോളില്ലെന്ന് ചോദിക്കാം. രേഖ പറഞ്ഞ്, ശരിയാ, മാങ്ങാച്ചാർ ഉണ്ടാക്കിയാൽ മതി. അതെങ്ങനെയാ ശരിയാകും ഗീത പാപ്പ? എനിക്ക് വയ്യാന്ന് പറയാണ്. ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഞാൻ വന്ന് മാങ്ങ കണ്ടേക്കണം. പറഞ്ഞു കേട്ടല്ലോ. അടുക്കളയില് ഞാൻ ഉണ്ടാക്കിയോളാം മാങ്ങാച്ചാറ്. മാങ്ങ അവിടെ എത്തിച്ചു വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പൊ കാഞ്ചനൊക്കെ ബുദ്ധിമുട്ടുണ്ടാ പറയാ. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോ എന്റെ വായിക്കകത്ത് വെള്ളം വരുന്നു. രേഖ പെട്ടെന്ന് ചോദിച്ചു, നിന്റെ മാങ്ങാക്കൊതി ഇതിലിട്ട് തീർന്നില്ലെന്ന് ചോദിക്കാം. അതെ, ഇടിച്ച മാങ്ങാച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗീത പെട്ടെന്ന് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നാളെ ഞാൻ നിനക്ക് അങ്ങനത്തെ അച്ചാറുണ്ടാക്കി തരാം, പോരെ കൊതിച്ചെന്ന് ചോദിക്കാണ്. മതിയെന്ന് പറയാണ്. പിന്നീട് അയ്യപ്പേട്ടനും ഗോവിന്ദനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഗണപതി കുഞ്ഞിന്റെ പുറത്ത് വന്നിട്ട് അവിടെ ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പൊടിയെല്ലാം തുടച്ചെടുത്തിട്ട് പറഞ്ഞു. അയ്യപ്പേട്ടൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയതോടുകൂടി എന്റെ ഗണപതി കുഞ്ഞിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തോന്നുന്നു. പാവം കണ്ടില്ലേ ഇരിക്കണേ. അയ്യപ്പേട്ട, ഞാൻ പറയുന്ന വല്ലതും കേട്ടോ? കേട്ടു കുഞ്ഞെ. എന്നിട്ട് എന്താ അയ്യപ്പേട്ടൻ ഒന്നും മിണ്ടാത്തേ? അതെ, രഞ്ജുവിന്റെ വിജയലക്ഷ്മിയുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ എന്താ എന്നോടൊന്നും പറയാത്തേ? അതെല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? ഗീത കുഞ്ഞെല്ലാം സോൾവ് ആക്കിയില്ലേ? പിന്നെ ഇനി എന്തിനാ കുഞ്ഞ് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണേ? എന്നാലും അതല്ല, അയ്യപ്പേട്ടനൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ കുഞ്ഞ്? ഇതിനകത്ത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി, ഇനിയിപ്പോ എന്താ കുഴപ്പം? എന്നാലും അതെ, എന്റെ അച്ഛന്റെ സഹായം അല്ലായിരുന്നു അയ്യപ്പേട്ടൻ. അപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നെ സഹായിക്കുമല്ലേ ചെയ്യണ്ടേ? ആ സമയത്ത് ഓടി ഒളിക്കുവാണ് ചെയ്യണ്ടേ? അയ്യപ്പോഴും ഒരു 1.5 പോക്കാ പോയത്. അത് പിന്നെ കുഞ്ഞെ,
എനിക്ക് അങ്ങനെയാ അറിയാലോ. എന്തേലും മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഒരു പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ പ്രാർത്ഥനയായി കാര്യങ്ങളായി അങ്ങനെയല്ലേ തിരിച്ചു വരത്തുള്ളൂ. എന്നാലും ആപത്ത് വന്നു കഴിഞ്ഞപ്പം അതെ കുഞ്ഞിന്റെ അച്ഛനെ മാധവൻ നായർ ഉണ്ടായിരുന്നല്ലോ. എന്തേലും ഇങ്ങനെ പ്രതിസന്ധികൾ വന്നിട്ട് ഒറ്റയ്ക്ക് അതിനെ നേരിട്ടോണ്ടിരുന്നേ. അതിന് ആരുടെയും കൂട്ടുപിടിച്ചിരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ വേണം മോനും ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതെ കുഞ്ഞിന്റെ കൂടെ ആയിട്ട് ഗീത കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ സഹായിക്കാനും ഫുൾ സപ്പോർട്ടുമായിട്ട്. പിന്നെ ഇനിയിപ്പം ഞാനെന്നല്ല ആരുണ്ടായിട്ടും കാര്യമില്ല. ഗീത കുഞ്ഞത് സ്ട്രോങ് ആയിട്ട് കൂടിയില്ലായിരുന്നോ. പിന്നെ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെ അയ്യപ്പേട്ടൻ. അതെ ഇത്രയും നാളും നടന്ന പോലെ തന്നെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. ഇനി ആ കാര്യം ഓർത്ത് ഇനി കുഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാം. അതെ ഒരു കാര്യം ചെയ്യേ, അയ്യപ്പേട്ടൻ ക്ഷീണിച്ചു വന്നല്ലേ, പോയി കുളിച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ കുളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഗണപതി കുഞ്ഞിന് വിളക്ക് വെക്കണം, ആദ്യം അതാ ചെയ്യേണ്ടത്, എന്നിട്ട് ബാക്കി കാര്യമുള്ളെന്ന് പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗണപതി ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഗോവിന്ദ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ അറിയാലോ, എനിക്ക് അവളോട് എങ്ങനെയെങ്കിലും മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം. അവൾ 2-3 വരം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവളുടെ വരം എന്താണെന്ന് അറിയത്തില്ല, ചോദിച്ചേക്കുന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇനി അവൾ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ അവൾക്ക് വരം കൊടുക്കേണ്ട വരും. പക്ഷെ അതിനു മുമ്പ് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം എനിക്ക് അവളോട് ഒന്ന് തുറന്നു പറയാൻ പറ്റണം. എൻ്റെ ഗണപതി ഭഗവാനെ നീയായിട്ട് അതിന് സഹായിക്കണം, നീ എന്തേലും മാർഗം കണ്ടെത്തണം എന്ന് പറയാം. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകുമ്പോഴും പെട്ടെന്നൊരു വിളി. അതെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടേന്ന്. പെട്ടെന്ന് പോകുന്ന അവിടെ എല്ലാം നോക്കി ആരെയും കണ്ടില്ല. അപ്പോൾ ഗണപതി ഭഗവാനെ നോക്കി, ഇപ്പൊ നീ എങ്ങാനും ആണോ പറയണേ? അതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം പോയി ഗീതുവിനോട് പറ, ഗീതുവിനോട് നേരിട്ട് പോയി ഇഷ്ടമാന്ന് പറ. പെട്ടെന്ന് ഗോവിന്ദ് ഓർത്തു, ഇവിടെ ആരാ ഒരു അശരീരി, തനിക്ക് തോന്നിയതായിരിക്കും. പെട്ടെന്ന് ഗണപതി ഭഗവാന് മുന്നിൽ വീണ്ടും വന്ന് കൈകൂപ്പിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ഭഗവാനെ എനിക്ക് ആഗ്രഹമുണ്ട് പറയണമെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞു കഴിയുമ്പം അവൾ ഇഷ്ടമില്ല എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പണം നാണം കിടിയില്ലേ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് പോയി പറഞ്ഞു. എന്നാ ശരി, ഇന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം, രണ്ടിലൊന്നും അറിഞ്ഞിട്ടല്ല കാര്യമുള്ളെന്നും പറഞ്ഞിട്ട് ഗോവിന്ദ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗീതുവിന്റെ ഫോണിലേക്ക് വിജയലക്ഷ്മിയുടെ കോൾ വന്നു. അതെ അമ്മേ, ഇവിടെ കണ്ണേട്ടനുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കായിരുന്നു. എനിക്ക് മനസ്സിലായി അന്നും കുഴപ്പമില്ല. അല്ല എങ്ങനെയാ അവിടെ കാര്യങ്ങൾ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാനും രഞ്ജുവും കൂടെ കിടക്കാൻ തുടങ്ങുമായിരുന്നു, അപ്പം വിളിച്ചാ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രഞ്ജു എന്നോടൊപ്പം ഉണ്ടാവണമെന്നുള്ളത്. ആ ആഗ്രഹമല്ലേ മോളെനിക്ക് സാധിച്ചു തന്നെ. ആ നന്ദിയും കടപ്പാടും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയത്ത് മോളെ ഒന്ന് വിളിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചേ. ആ നന്ദി സ്നേഹം ഉണ്ടായാൽ മതി എന്ന് പറയാ. അല്ല എനിക്ക് ഒരു ആഗ്രഹം കൂടെയുണ്ട്. എന്താ എന്താ അമ്മേ, എന്താ കാര്യം? കാര്യം എന്താണെന്നും പറ. അല്ല അത് പിന്നെ എന്തുണ്ടെങ്കിലും എന്നോട് പറ. നിന്റെ മനസ്സിലുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നീ ഇനിയെങ്കിലും മറച്ചു വെക്കരുത്. ഇനിയെങ്കിലും നീ ഗോവിന്ദനോട് തുറന്നു പറയണം. അതാണോ കാര്യം? അമ്മേ ഞാൻ അതങ്ങനെ തുറന്നു പറഞ്ഞോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദന്റെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലോ? അവന് ഇഷ്ടമാ നിന്നെ, നീ മനസ്സിൽ കരുതുന്ന ഒന്നും അല്ല. അവൾ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ട്, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ നീ തുറന്നു പറയണം. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഗോവിന്ദനോട് എന്നോടും ഒന്ന് പറയാമല്ലായിരുന്നോ? പക്ഷെ ഇത്രയും കാലമായിട്ട് ഗോവിന്ദൻ എന്നോട് പറഞ്ഞിട്ടില്ല, അതെന്താ? അത് ചിലപ്പോൾ അവന് പറയാൻ എന്തെങ്കിലും മടി കാണുമായിരിക്കും മോളെ, അതുകൊണ്ടായിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. നീ അവനോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാല്ലേ, പറയണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചോണ്ടിരിക്കരുത്. എന്നാണെങ്കിലും തുറന്നു പറയണമെന്ന് പറയാം. ഈ സമയത്ത് രഞ്ജു അങ്ങോട്ട് വന്നു. രഞ്ജു പറഞ്ഞു, അതെ തുറന്നു പറയാൻ മടിയായിട്ട് ഇങ്ങോട്ട് വാ, അതിനാണ് എങ്ങനെ പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു വിടാം. കുറെ തന്ത്രങ്ങൾ പഠിപ്പിക്കാന്ന് പറയാം. തന്ത്രങ്ങള്? അതെ ഞാൻ നിന്റെ ഏട്ടത്തിയമ്മയാ, നീ കൂടുതൽ തന്ത്രമൊന്നും എന്നെ പഠിപ്പിക്കാൻ വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഏട്ടത്തിയമ്മയ്ക്ക് ഏട്ടത്തിയമ്മയുടെ സ്ഥാനമുണ്ട്, അത് മറക്കരുത്. എന്താന്നാ വിളിച്ചേ? നീ എന്നൊക്കെയല്ലേ? അതെ വലിയ ഏട്ടത്തിയമ്മ ഞാൻ വരണ്ട. ഓ അങ്ങനെയാണോ? ഏട്ടത്തിയമ്മയെന്ന് പറഞ്ഞാൽ നിനക്ക് ആരാന്നറിയാവോ? ഏട്ടത്തിയമ്മയുടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനം കൊടുക്കണ്ട. ഈ സമയത്ത് വിജയലക്ഷ്മി രഞ്ജുവും ചിരിക്കുവാണ്. ആണോ, അങ്ങനെയാണോ? എന്റെ അമ്മയുടെ സ്ഥാനമല്ല, ഞാൻ അമ്മൂമ്മയുടെ സ്ഥാനം തരാം, നാളെ ഇങ്ങോട്ട് വരാൻ പറയണം. ഇത് കേട്ടപ്പം ഗീത് ചിരിക്കുക. ശരി ശരി, നാളെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. രാവിലെ തന്നെ വന്നേക്കാം. അതെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ മിസ് ചെയ്യുന്ന ആരാന്നറിയാവോ? ഗീതു നിന്നെയാ മിസ് ചെയ്യുന്നത്. നീയും കൂടെ ഉണ്ടായിരുന്ന എന്ത് രസമായിരുന്നു, നമുക്കിവിടെ അടിച്ചു പൊളിക്കായിരുന്നു പറയാം. ശരി നാളെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറഞ്ഞ് ഗീതു ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പം രഞ്ജു പറഞ്ഞു, പാവം ഗീതു എത്രമാത്രം ബുദ്ധിമുട്ടിയില്ലേ നമ്മളെ ഒന്നിപ്പിക്കാനായിട്ട്. അത് ശരിയാ, അവളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ ആ 2 ധ്രുവങ്ങളിലായനം. വിജയലക്ഷ്മി പറഞ്ഞു, ഈ നന്ദിയും കടപ്പാടും ഒരിക്കലും അവളോട് മറക്കരുത്. അവളുടെ സ്നേഹമാ, എത്രമാത്രം അവൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ? സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കണം എന്ന് അവൾ എന്നും ആഗ്രഹിക്കുന്നത്. അല്ല ഇനി എന്നാമ്മേ ഗോവിന്ദനും ഗീതും എല്ലാവരുമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ദിവസം വരുന്നേ? പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, അത് ഉടനെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഗീതുവിനെ പോലെ അല്ല, നിന്നെ പോലെ ഒന്നും അല്ല ഗോവിന്ദന്റെ മനസ്സ്. അവന്റെ മനസ്സിൽ എന്നോടുള്ള വെറുപ്പ് നിറഞ്ഞിരിക്കുക. രാധികാമ്മ അവന്റെ മനസ്സിൽ വെറുപ്പ് നിറച്ച് കുത്തി നിറച്ച് വെച്ചിരിക്കുക. പെട്ടെന്നൊന്നും ആ എന്നോടുള്ള നീരസം അവന്റെ മാറത്തില്ല. അത് മാറണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാകണം, എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ മാത്രമേ
അവനെന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞുള്ളൂ. പക്ഷെ നീ എൻ്റെ അരിയിലേക്ക് പെട്ടെന്ന് വന്നു. ഗോവിന്ദൻ എന്നെ വിട്ടകന്നു കഴിഞ്ഞപ്പം എനിക്ക് ഏക പ്രതീക്ഷ നീയായിരുന്നു. പക്ഷെ നീയും എന്നെ അകന്നു കഴിഞ്ഞപ്പം ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ. എല്ലാം ഒരു ദിവസം ശരിയാവുന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ജീവിച്ചു പോന്നിരുന്നേ. പക്ഷെ അവസാനം ഗീതു വേണ്ടി വന്നു നമ്മളെ ഒന്നിപ്പിക്കാനായിട്ട്. രഞ്ജുവിനെ ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ധ്യാനോട് പറഞ്ഞിട്ടുണ്ട്, ഗീതുവും ഗോവിന്ദേട്ടനും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചതിന് ശേഷം കുറെ ദിവസം നമ്മൾ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം മാത്രം മതി നമ്മൾ തമ്മിലുള്ള വിവാഹം. ഞാനും ധ്യാനും തമ്മിലുള്ള എനിക്ക് കൊതി തീർന്നില്ല എല്ലാവരുടെ ഒപ്പം ജീവിച്ചെന്ന് പറയാം. വിജയലക്ഷ്മിക്ക് അത് കേട്ടാൽ വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. ഈ സമയം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് കോള് വരുന്നേ. കോൾ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ മുരളി, ഇപ്പോഴെന്താണെങ്കിലും ഒന്നും പിടിക്കേണ്ടാന്ന്, കച്ചേരികളൊന്നും പിടിക്കേണ്ടാന്ന്. ഇപ്പം നോർത്ത് ഇന്ത്യയിലും ഒരിടത്തും പോകാനുള്ള ഒരു ഇതില്ല, കണ്ടീഷനല്ല. ഒരു കാര്യം ചെയ്യാം, അവരോട് പറ എനിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന്. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് സൗത്ത് ഇന്ത്യയിൽ പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും പറഞ്ഞാൽ മതി, വയ്യായി എന്ന് പറഞ്ഞാൽ മതി. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അല്ലമ്മേ, അമ്മ എന്താ കച്ചേരിക്കൊന്നും പോകുന്നില്ല എന്ന്, പ്രോഗ്രാംസ് ഒന്നും വേണ്ടെന്ന് വെച്ചേ. അത് മോളെ, കുറെ ദിവസം സ്വസ്ഥതയുടെ സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നി. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന, മനസ്സ് ശുദ്ധമായെങ്കിൽ മാത്രമേ ശുദ്ധ സംഗീതം മനസ്സിൽ നിന്ന് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറെ ദിവസം ഒന്ന് മനസ്സിന് റെസ്റ്റ് വേണം. അതാ ഞാൻ പറഞ്ഞേ. മോളോടൊക്കെ എപ്പോഴും താമസിച്ച് എന്റെ കൊതി തീർന്നിട്ടില്ല. അതാ. ഓ അങ്ങനെയാണോ? അതൊന്നും സാരമില്ലായിരുന്നമ്മേ. അത് വേണ്ട, എനിക്ക് മോളോടൊപ്പം കുറെ ദിവസം കഴിയണം. പിന്നീട് സംഗീതം എപ്പോഴാളും ഉണ്ടല്ലോ, എപ്പോഴും നടത്താലോ. എനിക്കിപ്പം വേണ്ടതൊന്നുമല്ല. എൻ്റെ ഇപ്പോഴാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒരുമാതിരി തീർന്ന് പോലെയാ. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാം. പെട്ടെന്ന് രഞ്ജു ചോദിച്ചു, അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നു എന്ന് ചോദിക്കുക. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മയ്ക്ക് ആഗ്രഹമില്ലേ അമ്മയുടെ മകന്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണം എന്നുള്ള, കൊഞ്ചിക്കണം എന്നുള്ള ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് വിജയലക്ഷ്മി ഒരു നിമിഷം ഒന്ന് ഞെട്ടി. വിജയലക്ഷ്മി ഒന്നും പറമ്മ എന്താ കാര്യം? അത് പിന്നെ ആഗ്രഹമില്ലാതിരിക്കുവോ? ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ സാധിക്കുമോ മോളെ? അവൻ എന്നെ കാണുന്ന തന്നെ വെറുപ്പല്ലേ? അതൊക്കെ സാധിക്കുമെന്നേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ എല്ലാം നടക്കും. അതുപോലെ തന്നെ എൻ്റെ ധ്യാൻ്റെ ഒരു കുഞ്ഞിനെ അമ്മ കൊഞ്ചിക്കണം, അതൊക്കെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയണം. വിജയലക്ഷ്മി രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു. രഞ്ജു എത്രമാത്രം സ്വപ്നം കാണുന്നുണ്ടെന്ന് അവർ തിരിച്ചറിയുമായിരുന്നു. ധ്യാനോടൊപ്പം ജീവിതം, അതോടൊപ്പം തങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിതം, അതൊന്നും ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണോ? പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല മോളെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മോളെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയാം. അമ്മ വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഗീത് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല, നമ്മളെല്ലാവരും ഒന്നിക്കുമെന്ന് പറയാം. പിന്നീട് അയ്യപ്പയുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. രേഖയും കാഞ്ചന അടുത്തുണ്ട്. അപ്പൊ കാഞ്ചന വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അയ്യപ്പേന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാഞ്ചനയും രേഖയും പരസ്പരം നോക്കുവാണ്. കാഞ്ചനയുടെ മുഖം കണ്ടപ്പോൾ രേഖയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്റെ അയ്യപ്പേട്ട ഒന്ന് പതുക്കെ കഴിക്കാൻ പറയണം. അയ്യപ്പേട്ടൻ അങ്ങനെ വായ കുത്തു നിറച്ച് കഴിയുമ്പത്തിന് പെട്ടെന്ന് അയ്യപ്പേട്ടൻ നിക്കളെടുത്തു. ഈ വെള്ളം കുടിക്കുക, അല്ലെ ചത്തു പോകുന്ന പറയാം. നീ എന്തിനാ കാഞ്ചന എന്റെ വായിക്കത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കണം. അല്ല പിന്നെ അയ്യപ്പേട്ട ഫുഡ് കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം പട്ടിണി നടന്ന പോലെ തോന്നുന്നുണ്ട്. അതാ. പിന്നെ അതെ, അതുകൊണ്ടല്ല, ഈ വീട്ടിലെ ആഹാരമേ അത് കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് പുറത്തു പോയി കുറച്ചു ദിവസം നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യേ, ഒരു 10 ദിവസമായി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു നോക്കി, അപ്പൊ അറിയാം അതിന്റെ വിഷമം എന്നാന്ന്. നമ്മള് എത്രയാന്ന് പറഞ്ഞാലും വീട്ടിൽ വന്നൊരു മുള അരച്ച് കഞ്ഞി കുടിച്ചാലും അതിന്റെ ടേസ്റ്റ് വേറെന്ന് തന്നെയാ. അതുപോലെ തന്നെയാ പുറത്തു പോയി നമ്മൾ വലിയ ബിരിയാണി കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വീട്ടിലെ ഫുഡിന്റെ ടേസ്റ്റ് അത് വേറെയാന്ന് പറയാം. പെട്ടെന്ന് രേഖ പറഞ്ഞു, എന്നാ ശരി കാഞ്ചന, വേണ്ടല്ല അയ്യപ്പേട്ടനെ എടുത്തു കൊടുക്കട്ടോ, ഞാൻ അങ്ങോട്ട് പോവാന്നും പറഞ്ഞ് രേഖ അങ്ങോട്ട് പോവാണ്. ഈ സമയം കാഞ്ചനയുടെ മുഖം വല്ലാതിരിക്കുന്നു. എന്ത് പറ്റി കാഞ്ചന, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല. എന്താ കാര്യം? അതെ, നാളെ രാവിലെ അടുക്കള പച്ചമാങ്ങ കാണണമെന്നാ ഗീതപ്പാപ്പ പറഞ്ഞു. പച്ചമാങ്ങ? അതെ, ഇന്ന് മേടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എവിടെ നിന്ന് മേടിക്കാനാ? ഇപ്പൊ തന്നെ സമയം ഇത്ര ആയില്ലേ? ഓ പച്ചമാങ്ങ, അപ്പൊ അതാണ് കാര്യം. ഗീതു പ്രഗ്നന്റ് ആണല്ലോ, ഗീതിന് പച്ചമാങ്ങ തിന്നാൻ കൊതിയായി കാണും. അതായിരിക്കും കാഞ്ചനയോട് പറഞ്ഞേ. പച്ചമാങ്ങയുടെ കാര്യമല്ലേ, അതൊക്കെ ഓക്കെ ആയിക്കോളാം. നാളെ രാവിലെ അടുക്കള കണ്ടാൽ പോരെ. ഇനിയിപ്പോൾ നാളെ രാവിലെ ആക്കാൻ പറ്റിയില്ലേ, ഇന്ന് രാത്രി തന്നെ അത് റെഡിയാക്കിയേക്കാം. പച്ചമാങ്ങയുടെ കാര്യം എന്ന് പറയണേ. എങ്ങനെ? കടയൊക്കെ അടച്ചില്ലേ? അതൊക്കെ നമുക്ക് സെറ്റാക്കാന്നേ. ഈ അയ്യപ്പേണ്ണല്ലേ പറയണെന്ന് ചോദിക്കുവാണ്. അങ്ങനെ കാഞ്ചനയ്ക്ക് സമാധാനമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.